ഹായ് ഗായ്സ്, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ് നമ്മൾ ക്വിക്ക് ആയിട്ട് റിവൈസ് ചെയ്യാൻ പോകുന്നത്. സി ഗായ്സ്, ചെറിയ ചാപ്റ്റർ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. നോക്കടാ, തെർമൽ പ്രോപ്പർട്ടീസിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ടെമ്പറേച്ചർ സ്കെയിൽ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യുന്നതാണ്. അതായത് ഡിഗ്രി സെൽഷ്യസിൽ തന്ന ഫാരൻ ഹീറ്റിലേക്ക് മാറ്റണം, ഫാരൻ ഹീറ്റിൽ തന്ന കെൽവിനിലേക്ക് മാറ്റണം. സോ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതൊരു സ്കെയിലിൻ്റെയും വാല്യൂ മൈനസ് ലോവർ ഫിക്സ് പോയിന്റ് ഡിവൈഡഡ് ബൈ റേഞ്ച്. ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും, എല്ലാ സ്കെയിലും ഇതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പം ലോവർ ഫിക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഓർ ഫ്രീസിംഗ് പോയിന്റ്, അപ്പർ ഫിക്സ് പോയിന്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ സെൽഷ്യസ് സ്കെയിലിൽ 0, ഫാരൻ ഹീറ്റിൽ 32, കെൽവിൽ 273. അപ്പർ ഫിക്സ് പോയിന്റ് ഓർ സ്റ്റീം പോയിന്റ് അത് സെൽഷ്യസിൽ 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയ ഫാരൻ ഹീറ്റിലെ വാല്യൂ ആണ് 212 ആൻഡ് കെൽവിൽ 373. അപ്പോൾ അതിന്റെ ഡിഫറൻസ് നമുക്ക് റേഞ്ച് കിട്ടും. സോ ഡിഗ്രി സെൽഷ്യസിൽ 100 ആണ് അതിൻ്റെ ഇടയിലുള്ള ഡിവിഷൻസ് വരിക. ഫാരൻ ഹീറ്റിൽ 180 വരും, കെൽവിൽ ഓൾസോ 100 വരും. ഇനി ഇതിനെങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെൽഷ്യസിലെ വാല്യൂ ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു ഫാരൻ ഹീറ്റിലെ വാല്യൂ മൈനസ് 32 ഡിവൈഡഡ് ബൈ 180 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു കെൽവിലെ വാല്യൂ മൈനസ് 273 ഡിവൈഡഡ് ബൈ 100. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനെയും 0 0 0 കട്ട് ചെയ്ത് 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 9 5. സോ ഇതാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, തെർമൽ എക്സ്പാൻഷൻ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് തെർമൽ എക്സ്പാൻഷൻ. തെർമൽ എക്സ്പാൻഷൻ ഒരു ലീനിയർ ഒബ്ജക്റ്റ്, വിച്ച് മീൻസ് ഒരു റോഡിനെ ചൂടാക്കിയാൽ രണ്ട് സൈഡിലേക്കും അതിൻ്റെ ലെങ്ത് കൂടും. ലെങ്ത് കൂടിയാൽ ചേഞ്ച് ഇൻ ലെങ്ത്, ഇനീഷ്യലി ഉണ്ടായിരുന്ന ലെങ്ത് ഫൈനലി അത് ഇൻക്രീസ് ചെയ്താൽ വേറെ ലെങ്ത്തിലേക്ക് എത്തും. അപ്പോൾ ഫൈനൽ ലെങ്ത് മൈനസ് ഇനീഷ്യൽ ലെങ്ത്, പുതിയ ലെങ്ത് മൈനസ് ആദ്യം ഉണ്ടായിരുന്ന ലെങ്ത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ലെങ്ത് ഡെൽറ്റ എൽ. ഡെൽറ്റ എൽ ഇസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി. എൽ ഇസ് ദ ഒറിജിനൽ ലെങ്ത്, ആൽഫ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതുപോലെ ഏരിയ ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ, ഏരിയൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ചേഞ്ച് ഇൻ ഏരിയ ഇസ് ഈക്വൽ ടു ഒറിജിനൽ ഏരിയ ഇൻറ്റു ആൽഫ ഡെൽറ്റ ടി. വോള്യം ആണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ ചേഞ്ച് ഇൻ വോള്യം ഇസ് ഈക്വൽ ടു ഒറിജിനൽ വോള്യം ഇൻറ്റു ഗാമ ഡെൽറ്റ ടി. സോ ഇവിടെ ആൽഫ അല്ല കേട്ടോ, ഐ എം സോറി, ഇവിടെ ബീറ്റയാണ് വരുന്നത്, ബീറ്റ. സോ ഇത് 3 എക്സ്പാൻഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ്. ദെൻ ഏരിയൽ എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു, വോള്യം എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞു. പിന്നെ ആൽഫ ബീറ്റ ഗാമ തമ്മിൽ റിലേഷൻ ഉണ്ട്. ആൽഫ 2 times of alpha is equal to beta, 3 times of alpha is equal to gamma, and alpha is to beta is to gamma is 1 is to 2 is to 3. തെർമൽ സ്ട്രെസ്, രണ്ടറ്റവും ഫിക്സ്ഡ് ആയിട്ട് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊസിഷനിൽ ഒരു റോഡിനെ നമ്മൾ ചൂടാക്കി. അപ്പോൾ അതിൻ്റെ ലെങ്ത് കൂടാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അവിടെ തട്ടി നിൽക്കുന്നതുകൊണ്ട് കൂടാൻ പറ്റത്തുമില്ല. അപ്പോൾ അവിടെ ഒരു സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. സ്ട്രെസ് ഇസ് നത്തിങ് ബട്ട് റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ സ്ട്രെസ്. യങ്സ് മോഡുലസിനെ വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. ദാറ്റ് ഇസ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് ഇൻറ്റു സ്ട്രെയിൻ. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എൽ ബൈ എൽ ആണ്. സോ വൈ ഇൻറ്റു ഡെൽറ്റ എൽ ബൈ എൽ. ആസ് വി നോ ഡെൽറ്റ എൽ ബൈ എൽ ഇസ് ഈക്വൽ ടു ആൽഫ ഡെൽറ്റ ടി. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തെർമൽ സ്ട്രെസ് ഇസ് ഈക്വൽ ടു വൈ ആൽഫ ഡെൽറ്റ ടി. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ തെർമൽ സ്ട്രെസ്, y alpha delta t. Okay, next, anomalous expansion, anomalous behavior of water. വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളത്തിൻ്റെ സ്വഭാവം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കുറയുകയാണ് ചെയ്യുക. 4 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് പിന്നെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോള്യം കൂടും. അപ്പോൾ വെൻ യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫ്രം 0 to 4, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വോള്യം ബിഹേവ് ചെയ്യുക. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോള്യം കുറയും. വോള്യം കുറഞ്ഞ് 4ലാണ് മിനിമം വോള്യം ഉണ്ടാവുക. അത് കഴിഞ്ഞ് പിന്നെ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ വോള്യം കൂടുകയാണ് ചെയ്യുക. സോ മോസ്റ്റ് മിനിമം വോള്യം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വോള്യം മിനിമം ആവുന്ന സമയത്ത് ഡെൻസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പം അറ്റ് മാക്സിമം ഡെൻസിറ്റി ഈസ് അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്. വോള്യത്തിൻ്റെയും ഡെൻസിറ്റിൻ്റെയും ഗ്രാഫാണിത്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഡെൻസിറ്റി മാക്സിമം ആവുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ ബിഹേവിയറിനാണ് നമ്മൾ അനോമലസ് ബിഹേവിയർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ ഈ ടോപ്പിക്ക് അതിൻ്റെ വിവിധ എക്സാമ്പിൾസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമുക്ക് ഈ ചെറിയ സീരീസിൽ അത് ഉൾപ്പെടുത്താനുള്ള സമയമില്ല. ദെൻ കലോറിമെട്രി, മെഷർ ഓഫ് ഹീറ്റ്. ഒരു മാറ്ററിനെ നമ്മൾ ചൂടാക്കുമ്പം, ഹീറ്റ് കൊടുക്കുമ്പം 2 കാര്യത്തിനാണ് ആ ഹീറ്റ് യൂസ് ചെയ്യുക. ഒന്ന് ടെമ്പറേച്ചർ ചേഞ്ചിന്, എന്ന് വെച്ചാൽ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ നമ്മൾ ഹീറ്റാക്കി.
ചൂടാക്കി. അത് ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും, എന്നുവെച്ചാൽ സ്റ്റേറ്റ് മാറൂല. ഇനീഷ്യലി ഇറ്റ് വാസ് ലിക്വിഡ് ആൻഡ് ആഫ്റ്റർ റൈസിങ് ഓർ ആഫ്റ്റർ റിസീവിങ് ദ ടെമ്പറേച്ചർ ഫൈനൽ സ്റ്റേറ്റും ലിക്വിഡ് തന്നെയാണ്. പക്ഷേ ഇനീഷ്യൽ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ്, ഫൈനൽ ടെമ്പറേച്ചർ 30 ഡിഗ്രി സെൽഷ്യസ്. സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തു. സോ കൊടുത്ത ഹീറ്റ് എന്തിനാണ് യൂസ് ചെയ്തത്? ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അനദർ എക്സാമ്പിൾ നോക്കൂ. ഒരു ഐസ് ക്യൂബ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ചൂടാക്കി, ഡെൽറ്റ ക്യൂ കൊടുത്തു. അത് വെള്ളമായിട്ട് ഉരുകി, മെൽറ്റായി, വെള്ളമായി. പക്ഷേ അപ്പോഴും അത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ടെമ്പറേച്ചർ മാറിയില്ല, പക്ഷേ സ്റ്റേറ്റ് മാറി, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി ഒന്നുകിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, അപ്പോൾ സ്റ്റേറ്റ് മാറൂല. അല്ലെങ്കിൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, അപ്പോൾ ടെമ്പറേച്ചർ മാറൂല. സോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ സോളിഡിനെ ചൂടാക്കിയാൽ ലിക്വിഡ് ആവും, ഹീറ്റ് അങ്ങോട്ടേക്ക് കൊടുത്താൽ സ്റ്റേറ്റ് സോളിഡിനെ നമ്മൾ ചൂടാക്കിയാൽ അത് ലിക്വിഡ് ആവും, ലിക്വിഡിനെ നമ്മൾ വീണ്ടും ചൂടാക്കിയാൽ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകും. അപ്പം സോളിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്തു, അത് ലിക്വിഡായിട്ട് മാറി. ഇവിടെ ടെമ്പറേച്ചർ മാറുന്നില്ല എന്ന് വിചാരിച്ചു. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള സോളിഡ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുത്ത ഹീറ്റ് എനർജി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത്, സോളിഡിന് ലിക്വിഡിലേക്ക് പോകാൻ നമ്മൾ ഹീറ്റ് കൊടുക്കണം, ചൂടാക്കണം, ഹീറ്റ് അങ്ങോട്ട് കൊടുക്കണം, മാറ്ററിനെ ചൂടാക്കണം, ചൂട് നമ്മൾ ആ മാറ്ററിലേക്ക് കൊടുക്കണം. ലിക്വിഡിന് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് പോകാനും നമ്മൾ എന്ത് ചെയ്യണം? ചൂടാക്കണം, ഡെൽറ്റ ക്യൂ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ചൂടാക്കണം. തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണെന്ന് വിചാരിച്ചു. ഗ്യാസിൽ നിന്ന് ലിക്വിഡിലേക്ക് വരികയാണെങ്കിൽ ഹീറ്റ് റിലീസ് ചെയ്യും, നമുക്ക് പുറത്തേക്ക് ഹീറ്റ് കിട്ടും. ലിക്വിഡിൽ നിന്ന് സോളിഡിലേക്ക് വരികയാണെങ്കിലും ഹീറ്റ് റിലീസ് ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഹീറ്റ് അബ്സോർപ്ഷൻ, തിരിച്ചു വരുമ്പോൾ ഹീറ്റ് റിലീസസ്. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള സോളിഡ് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് തന്നെ ആയിട്ട് കൺവേർട്ട് ആവുകയാണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ല, സ്റ്റേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ആ സന്ദർഭത്തിൽ അവർ മാറ്റർ അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് എനർജി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഡെൽറ്റ ക്യൂസ് ഈക്വൽ ടു എം ഇൻറ്റു LF. LF ഈസ് കോൾഡ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. 1 കിലോഗ്രാം ഐസ് മെൽറ്റ് ആവാൻ എത്ര എനർജി വേണമോ അതാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ലിക്വിഡ് 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഗ്യാസ് ആവാൻ, എന്ന് വെച്ചാൽ വാട്ടർ സ്റ്റീം ആവാൻ, 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ സ്റ്റീം ആവുന്നു. അപ്പോൾ അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി മൊത്തം സ്റ്റേറ്റ് മാറാനാണ് യൂസ് ചെയ്തത്. സോ ദാറ്റ് ഇസ് M ഇൻറ്റു LV, മാസ് ഇൻറ്റു 1 കിലോഗ്രാം വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റീം ആവാൻ എത്ര ഹീറ്റ് എനർജി ആവശ്യമുണ്ടോ അതിനെയാണ് നമ്മൾ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ M കിലോഗ്രാം M ഇൻറ്റു LV. ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഐസിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, 1 ഗ്രാം ഐസ് മെൽറ്റ് ആവാൻ 80 കലോറി എനർജി വേണം. 1 ഗ്രാം വാട്ടർ സ്റ്റീം ആയിട്ട് മാറാൻ 540 കലോറി എനർജി വേണം. അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഐസിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ 80 ആണ്, LF ഫോർ ഐസ് 80 കലോറി ആണ്. ദെൻ LV ലാറ്റന്റ് ഹീറ്റ് ഓഫ് വാപ്പറൈസേഷൻ ഫോർ വാട്ടർ 540 ആണ്. ഇനി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീറ്റ് എനർജി യൂസ് ചെയ്യുന്നത് എങ്കിൽ ടെമ്പറേച്ചർ ചേഞ്ച്, ഇതിപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലാണ് 20 ഡിഗ്രി സെൽഷ്യസ്, ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നു, പക്ഷേ ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആയി. ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാനാണ് ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തെങ്കിൽ ആ ഹീറ്റ് എനർജി കണ്ടുപിടിക്കുക വേറെ ഇക്വേഷനാണ്, ദാറ്റ് ഇസ് MS ഡെൽറ്റ T. ഡെൽറ്റ T ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1 കലോറിയാണ്. ദെൻ ഐസിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി 1/2 കലോറിയാണ് പെർ ഗ്രാം, റൈറ്റ്? സോ ഐസ് വാട്ടർ പ്രോബ്ലത്തിൽ ഐസിന് 1/2 ആണ് സ്പെസിഫിക് ഹീറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, വാട്ടറിന് 1. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടെമ്പറേച്ചർ ചേഞ്ചിനാണ്, നോ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഹീറ്റ് ട്രാൻസ്ഫർ, 3 ടൈപ്പ് ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനുള്ളത്: കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഇതിൽ കൺവെക്ഷൻ ഇക്വേഷൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. കണ്ടക്ഷൻ, ഒരു തെർമൽ കണ്ടക്ടറിന്റെ ഒരു സൈഡിലെ ടെമ്പറേച്ചർ T1 അതർ സൈഡിലെ ടെമ്പറേച്ചർ T2. T1 is greater than that of T2 ആണെങ്കിൽ this is hot end and this is cool end. So heat will transfer from hot to cool. Then heat hot to cool transfer ആവും. ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ഹീറ്റ്, that is heat current, energy passing per unit time, that is K into thermal conductivity into area of cross section into change in temperature T1 minus T2 divided by length of the rod അല്ലെങ്കിൽ length of the conductor. So this is the equation for heat current. H is equal to Ka delta T by L.
ദെൻ നമുക്ക് കോമ്പിനേഷൻ ഓഫ് മെറ്റാലിക് റോഡ് രണ്ട് മെറ്റാലിക് റോഡ് കമ്പൈൻ ചെയ്യുന്നു. ഒന്നിന്റെ കണ്ടക്ടിവിറ്റി K1, രണ്ടാമത്തെ K2. സീരീസിലാവുന്ന സമയത്ത് അതിന്റെ എഫക്റ്റീവ് 2K1 K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ജംഗ്ഷനിലെ ടെമ്പറേച്ചർ, രണ്ട് റോഡ് കമ്പൈൻ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടിമുട്ടുന്ന പോയിന്റിലെ ടെമ്പറേച്ചറിന്റെ ഇക്വേഷനാണ് K1 T1 പ്ലസ് K2 T2 ഡിവൈഡ് ബൈ K1 പ്ലസ് K2. പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു K1 A1 പ്ലസ് K2 A2 ഡിവൈഡ് ബൈ A1 പ്ലസ് A2. ഐഡന്റിക്കൽ ആണെങ്കിൽ, ഐ മീൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ രണ്ടിനും സെയിം ആണെങ്കിൽ K1 പ്ലസ് K2 ഡിവൈഡഡ് ബൈ 2. കൺവെക്ഷൻ ഞാൻ പറയുന്നില്ല. റേഡിയേഷൻ, രണ്ട് ഇക്വേഷനാണ് റേഡിയേഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ഒരു ബ്ലാക്ക് ബോഡി ടെമ്പറേച്ചർ T, ആ ബ്ലാക്ക് ബോഡി റിലീസ് ചെയ്യുന്ന റേഡിയേഷൻ, ആ റേഡിയേഷന്റെ പവർ, എനർജി പെർ യൂണിറ്റ് ടൈം ത്രൂ യൂണിറ്റ് ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു, radiation power is proportional to fourth power of temperature, and radiation power is equal to a constant into T raised to 4. Power is equal to energy divided by area into time, and that is equal to sigma T raised to 4. This use ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. And the very last equation, Wien's displacement law, that is wavelength of emitted radiation is inversely proportional to temperature. Lambda is equal to a constant divided by temperature. So lambda into temperature is a constant. So അത്രയാണ് തെർമൽ പ്രോപ്പർട്ടീസിൽ പഠിക്കാനുള്ളത്. ദീസ് ആർ ദ മേജർ ഇക്വേഷൻസ്. ക്വിക്ക് റിവിഷൻ ആണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. OG സീരീസിന്റെ ലൈവിൽ പ്രോബ്ലം സോൾവ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.